ഹലോ അങ്ങനെ നേരെ സന്ധ്യയോട് അടുത്ത് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നോമ്പ് പൊറിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മളിതാ നോമ്പ് പൊറിക്കാനായിട്ട് നമുക്കിന്ന് ബജിയും വാഴയ്ക്കപ്പമാണ്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ചമ്മന്തിയുണ്ട്, നോമ്പ് കഞ്ഞിയുണ്ട്, ലൈം ജ്യൂസുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഇടത്താരത്തിനുണ്ടാക്കി കുറച്ച് ചിക്കൻ കറി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും ബീഫും വാഴയ്ക്കപ്പവും കഴിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ചിക്കൻ കറിയും വാഴയ്ക്കപ്പവും അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കേക്കിൻ്റെ ഒരു കൂട്ട സാധനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതും കൂടി വാങ്ങിക്കൊണ്ട് വന്നേനെ. അപ്പോൾ അത് കഴിച്ചാണ് ഇന്ന് ആദിൽ നോമ്പ് മുറിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഇഷാക്ക് ശേഷം നമ്മളാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ സാമ്പാറൊക്കെ അടുപ്പത്തോട്ടാക്കിയിട്ട് പുറകിലെ കഥകൊക്കെ തുറന്നിട്ട് ഞാനും വാപ്പായും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം, കഥക് തുറത്തിട്ട് അത് ഇവന്മാർ പുറത്തോട്ട് ഇറങ്ങി അങ്ങ് നടക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കഥക് തുറന്നിടാൻ മടിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് നെയ്യ് ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. നല്ല നെയ്യൊക്കെ ഒഴിച്ച് ദോശ ഇട്ടെടുക്കുമ്പോഴത്തേക്കും നല്ല മുരുമുരാക്കിട്ട് അങ്ങനെ അത് ചൂടോടുകൂടി മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടു. ആ സമയം കൊണ്ട് നമ്മുടെ സാമ്പാറും അങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഓരോ ദിവസവും ഇപ്പോൾ ചൂട് കൂടി വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അടുക്കളയിലോട്ടൊന്നും കയറാനുള്ള ഒരു നിർവാഹവും ഇല്ല. പിന്നെ ഒരുവിധം നിന്ന് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ജോലികളൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ ഇനി ഇടയത്താഴത്തിന് ദോശയും സാമ്പാറും മതിയല്ലോ. അങ്ങനെയാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.